ദക്ഷിണ ലെബനനിലെ ചരിത്രപ്രസിദ്ധവും തന്ത്രപ്രധാനവുമായ ബ്യൂഫോർട്ട് കോട്ട പിടിച്ചടക്കിയതിന്റെ ആവേശത്തിലായിരുന്ന ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ള പുറത്തുവിട്ട പുതിയ യുദ്ധമുഖ ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കോട്ടയ്ക്ക് സമീപമുള്ള ഇസ്രയേലി സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നടത്തിയ അത്യാധുനിക ഡ്രോൺ ആക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പരസ്യമാക്കപ്പെട്ടിരിക്കുന്നത്. കോട്ട കീഴടക്കി കൃത്യം ഒരു ദിവസം തികയുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു തിരിച്ചടി ഉണ്ടായത് ഇസ്രയേൽ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തിന് വലിയൊരു ആഘാതമായി മാറിയിട്ടുണ്ട്. പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അതീവ നാടകീയവും ഭീതിജനകവുമായ രംഗങ്ങളാണ് യുദ്ധഭൂമിയിൽ അരങ്ങേറിയതെന്ന് വ്യക്തമാകും. ഹിസ്ബുള്ളയുടെ ആത്മഹത്യാ ഡ്രോൺ തങ്ങളുടെ ക്യാമ്പ് ലക്ഷ്യമാക്കി വരുന്നത് ദൂരത്തു നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ ഒരു ഇസ്രയേലി സൈനികൻ ജീവരക്ഷാർത്ഥം ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആകാശത്തു നിന്നും അതീവ വേഗതയിൽ കുതിച്ചെത്തിയ ഡ്രോൺ സൈനികൻ അഭയം പ്രാപിച്ച കൃത്യമായ താവളത്തിലേക്ക് തന്നെ ഇരച്ചു കയറി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ ഡ്രോൺ ആക്രമണം തികച്ചും ആസൂത്രിതവും ഏകോപിപ്പിച്ച് നടപ്പിലാക്കിയതുമായ ഒരു സൈനിക ഓപ്പറേഷൻ ആയിരുന്നുവെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. കുന്നിന് മുകളിലെ ഈ കോട്ടയ്ക്ക് ചുറ്റും ഇസ്രയേലി സൈന്യം തങ്ങളുടെ പുതിയ താവളങ്ങൾ ഉറപ്പിക്കുന്നതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ വ്യോമവിഭാഗം ഈ അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിട്ടത്. സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെയുള്ള ദൃശ്യങ്ങളിൽ സൈനികൻ ഒളിച്ചിരുന്ന ഭാഗത്തു നിന്നും വൻതോതിൽ പുകയുയരുന്നതും കെട്ടിടാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതും കാണാം. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ക്യാമ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ അത്യാധുനിക ഹംവി സൈനിക വാഹനത്തിനും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ പകുതിയിലധികം ഭാഗവും തീപിടിച്ച് നശിച്ചതായാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. തന്ത്രപ്രധാനമായ ബ്യൂഫോർട്ട് കോട്ടയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെയാണ് ഈ യുദ്ധത്തിന്റെ അതിനെ ഏറ്റവും പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നത്. ദക്ഷിണ ലെബനനിലെ വലിയൊരു തീരപ്രദേശത്തെ പൂർണ്ണമായും നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ കുന്നിന് മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിയന്ത്രണം കൈക്കലാക്കുന്നതിലൂടെ ഹിസ്ബുള്ളയുടെ നീക്കങ്ങളെ മുൻകൂട്ടി അറിയാമെന്നും മേഖലയിൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാമെന്നുമാണ് ഇസ്രയേൽ സൈന്യം കരുതിയിരുന്നത്. ഇസ്രയേൽ സൈന്യം കോട്ട പിടിച്ചടക്കിയ വാർത്ത വലിയ വിജയമായിട്ടായിരുന്നു ഇസ്രയേലി മാധ്യമങ്ങളും ഭരണകൂടവും ആഘോഷിച്ചിരുന്നത്. തങ്ങളുടെ സൈന്യത്തിന്റെ വലിയൊരു മുന്നേറ്റമാണിതെന്നും ലെബനൻ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇതൊരു നാഴികക്കല്ലാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. പ്രതിരോധ വിദഗ്ധരുടെ വിശകലനം അനുസരിച്ച് ഇത്തരം മുൻനിര സൈനിക താവളങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. താഴ്ന്നു പറക്കുന്ന ചെറിയ ഡ്രോണുകളെ കൃത്യമായി കണ്ടെത്താനും അവയെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാനും പലപ്പോഴും ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ സംഭവത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. സാധാരണയായി തങ്ങളുടെ സൈന്യത്തിന് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളും മരണങ്ങളും ഇസ്രയേൽ പുറത്തുവിടാറില്ല, അല്ലെങ്കിൽ വൈകി മാത്രമാണ് സ്ഥിരീകരിക്കാറുള്ളത്. ലെബനൻ അതിർത്തിയിലെ ഈ കടുത്ത പോരാട്ടം അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന നയതന്ത്ര ചർച്ചകളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇസ്രയേൽ ലെബനനിലെ ആക്രമണങ്ങൾ നിർത്താതെ തങ്ങൾ യാതൊരുവിധ സമാധാന കരാറിനും തയ്യാറല്ലെന്ന് ഇറാൻ ഭരണകൂടം ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി ഇപ്പോഴും പൂർണ്ണമായി തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യമാണ് ഈ പുതിയ വീഡിയോ അടിവരയിടുന്നത്. ഇസ്രയേൽ വൻതോതിൽ വ്യോമാക്രമണങ്ങൾ നടത്തി ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകൾ തകർത്തു എന്ന് അവകാശപ്പെടുമ്പോഴും താഴെ തട്ടിലുള്ള പോരാളികൾക്ക് കൃത്യമായ ഏകോപനത്തോടെ അത്യാധുനിക ഡ്രോൺ ഓപ്പറേഷനുകൾ നടത്താൻ സാധിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ലെബനനിലെയും മറ്റ് അറബ് ലോകത്തെയും ജനങ്ങൾക്കിടയിൽ ഹിസ്ബുള്ളയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ അത്യാധുനിക സൈന്യത്തിനു മുൻപിൽ തങ്ങൾ അടിയറവ് പറയാൻ തയ്യാറല്ലെന്ന പോരാട്ട വീര്യമാണ് ഹിസ്ബുള്ള അനുകൂലികൾ ഇതിലൂടെ ഉയർത്തിക്കാട്ടുന്നത്. വരും ദിവസങ്ങളിൽ ബ്യൂഫോർട്ട് കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പോരാട്ടം കൂടുതൽ കടുക്കാനാണ് സാധ്യത. തങ്ങളുടെ സൈനികന് നേരെയുള്ള ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ കൂടുതൽ വൻതോതിലുള്ള വ്യോമാക്രമണങ്ങൾ ദക്ഷിണ ലെബനനിൽ അഴിച്ചുവിട്ടേക്കാം. എന്നാൽ ഓരോ മുന്നേറ്റത്തിലും തങ്ങളെ കാത്ത് ഹിസ്ബുള്ളയുടെ മാരകമായ കെണികൾ ഉണ്ടാകുമെന്ന ബോധ്യം ഇസ്രയേൽ കാത്തിരിപ്പുകൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. ബ്യൂഫോർട്ട് കോട്ടയിലെ ഈ ഡ്രോൺ ആക്രമണം പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിലെ ശക്തി സമവാക്യങ്ങൾ അത്ര പെട്ടെന്ന് ഇസ്രയേലിന് അനുകൂലമാകില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്.
ആകാശത്തെ ആധിപത്യം കൊണ്ട് മാത്രം ഒരു യുദ്ധം പൂർണ്ണമായി ജയിക്കാൻ സാധിക്കില്ലെന്നും നിലത്തു നിന്നുള്ള പ്രതിരോധം ശക്തമായി തുടരുമെന്നും ഹിസ്ബുള്ള തെളിയിച്ചിരിക്കുന്നു. സമാധാന ചർച്ചകൾ പൂർണ്ണമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്കായിരിക്കും ഈ മേഖല സാക്ഷ്യം വഹിക്കുക.